ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു യൂണിഫോം ഗേൾസിൻ്റെ കൊച്ചു കുട്ടികളുടെ ഒരു 4-ാം ക്ലാസ്സിൽ 3-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആ പ്രായത്തിലുള്ള കുട്ടികളുടെ ഒരു യൂണിഫോം ഷർട്ട്, പിനാഫറിൻ്റെ കൂടെ ഷർട്ടാണ് ഇടുന്നത്. അപ്പം അങ്ങനെ ഉള്ള ഒരു ഷർട്ട് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ കരഭാഗം വരുന്നിടത്ത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിടണം കേട്ടോ. കരഭാഗം തിരിച്ച് രണ്ടായിട്ട് നമ്മൾ മടക്കിയിടും. എന്നിട്ട് ആ ഭാഗത്തുനിന്ന് ഒരു 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം. 2 ഇഞ്ച്. വളരെ സിമ്പിളാണ് ഇത്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് കേട്ടോ. ആർക്ക് വേണമെങ്കിലും ഈ മെത്തേഡിൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഷർട്ട് തയ്ച്ചെടുക്കാം. കൊച്ചുകുട്ടിയേക്ക്, പെൺകുട്ടിയേക്ക് തയ്ക്കുമ്പോൾ ഷോൾഡറൊന്നും പ്രത്യേകിച്ച് നമ്മൾ വെട്ടി വെച്ച് തയ്ക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്ച്ചെടുക്കുകയും ചെയ്യാം. ഇത് ഷോൾഡറൊക്കെ ഞാൻ ഇതിൽ കൂടെ തന്നെ വെട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് വേറെ വെട്ടി. ഇനിയിപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഇതൊരു 17 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അത്രയും മതി. ഒരു 17 ഇഞ്ച് ലെങ്ത്തിലാണ്. 1 ഇഞ്ചും കൂടെ കൂട്ടി 18 ഇഞ്ച് വയ്ക്കാൻ തയ്യൽ തുമ്പ്. 1 ഇഞ്ചോ 1/2 ഇഞ്ചോ മതി തയ്യൽ തുമ്പ് കേട്ടോ. അടിഭാഗം മടക്കാൻ അത്ര മതി. 12 ഇഞ്ചാണ് ഇതിൻ്റെ ഷോൾഡർ. അപ്പം ഞാനൊരു 6 ഇഞ്ച് എടുക്കുകയാണ് എൻ്റെ നേർപകുതി. കൈക്കുഴി 5 ഇഞ്ച് മതി കേട്ടോ. 5 ഇഞ്ച് കൈക്കുഴി മതി. ചെറിയ കുട്ടിയൊക്കെ അല്ലേ, 5 ഇഞ്ച് കൈക്കുഴി മതി. ഇത് ഫ്രണ്ട് പാർട്ടാണ് വെട്ടുന്നത്. മുകളിൽ നിന്ന് 1 ഇഞ്ച് നമ്മൾ താഴേക്ക് ചരിക്കാൻ എടുക്കും കേട്ടോ. ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് 1 ഇഞ്ച് ചരിക്കാൻ എടുക്കും. ഇനി കൈക്കുഴി ഒരു 1.25 ഇഞ്ച്. ചെറിയ കുട്ടിക്കൊക്കെ ഈ അളവിന് നിങ്ങളങ്ങ് തയ്ച്ചാൽ മതി. 8, 9, 10, 11 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇതേ അളവിന് അങ്ങ് തയ്ച്ചാൽ മതി. ഇറക്കം വേണമെങ്കിൽ ഒരു ശകലം കൂടെ, ബാക്കി ഷോൾഡറും ഒക്കെ ഇതേ അളവ് മതി. വണ്ണം വേണമെങ്കിൽ അതനുസരിച്ച് എടുത്തോളുക. ഇതിപ്പോൾ ഞാനൊരു 8 ഇഞ്ച്, അതായത് തയ്യൽ തുമ്പ് ഉൾപ്പെടെ 8 ഇഞ്ച്, ഒരു 22 ഇഞ്ച് വണ്ണമൊക്കെ മതി ഇതിന്. പക്ഷെ തയ്യൽ തുമ്പും കൂടെ ചേർത്ത് ഞാൻ എടുക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ. കഴുത്തിൻ്റെ വൈഡ് എന്ന് പറയുന്നത് നമുക്കൊരു 2 ഇഞ്ച് വൈഡ് എടുക്കാം കേട്ടോ. 2 ഇഞ്ച് വൈഡ്. അതുപോലെ 2 ഇഞ്ച് ഇറക്കം ഭാഗത്തോട്ട് 2 ഇഞ്ച് മതി ഫ്രണ്ട് കഴുത്തിൻ്റെ. ഇതിങ്ങനെ നമുക്ക് വെട്ടിയെടുക്കാം. 1 ഇഞ്ച് ചരിക്കാൻ കൊടുക്കണം കേട്ടോ. 1 ഇഞ്ച്. ഫ്രണ്ട് പാർട്ട് നമ്മൾ വെട്ടി ഒരു ചെറിയ കട്ട് കൊടുക്കുക. നമ്മൾ മടക്കി വയ്ക്കുന്നതാണ്. ഫ്രണ്ട് പടി തയ്ക്കാനാണ് ആ മടക്കി വെച്ചേക്കുന്നത്. ഇനി ഈ തുണി എടുത്ത് തിരിച്ചിടണം. ആദ്യം കരഭാഗമാണ് വെച്ചത്. ഇനി അതിനെടുത്ത് തിരിച്ചിട്ട് ബാക്ക് വെട്ടാൻ. ബാക്ക് നമ്മളിതിൽ ഷോൾഡർ ഇതിൽ ചേർത്ത് തന്നെ വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്ന് ഒരു 2 ഇഞ്ച് ആ കഴുത്തിൻ്റെ ഭാഗത്തുനിന്ന് 2 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തുക. 2 ഇഞ്ച് കൂടുതൽ അടയാളപ്പെടുത്തണം. എന്നിട്ട് അവിടെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ ഇടാം.
ഷോൾഡർ അളന്നെടുക്കാം. എന്നിട്ട് 6 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ വെച്ചേക്കുന്നത്. 6 ഇഞ്ച് എടുക്കാം. കഴുത്തിൻ്റെ വൈഡ് 2 ഇഞ്ചാണ്. 1.5 ഇഞ്ച് നമ്മൾ കഴുത്ത് ഇറക്കുകയാണ് ബാക്ക്. അതുപോലെ 6 ഇഞ്ച് വൈഡ് 6 ഇഞ്ച് ഷോൾഡർ എടുത്തിട്ട് 1 ഇഞ്ച് ചരിക്കണം. വെട്ടിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. ബാക്ക് ഫ്രണ്ട് വെട്ടി വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ഇതുപോലെ കൊച്ചു കുട്ടിയൊക്കെ നമുക്ക് ഷർട്ട് തയ്ക്കാം. ഇത് വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ കൈയും കൂടെ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. കൈ എത്രയാണോ ലെങ്ത് വേണ്ടി അതനുസരിച്ച് കൈ വെട്ടിയെടുത്താൽ മതി. സാധാരണ കൈ വെട്ടും പോലെ തന്നെ, അതിൽ വലിയ പ്രത്യേകതയൊന്നുമില്ല. ഇനി ഇത് നമുക്ക് ആ പടിയൊന്ന് മടക്കി തയ്ക്കാം. തിരിഞ്ഞു പോകാതിരിക്കാൻ ഒരെണ്ണം ഇവിടെ നിന്ന് താഴേക്കും, ഒന്ന് അപ്പുറത്തെ സൈഡ് താഴേന്ന് മുകളിലേക്ക് മടക്കി തയ്ച്ചാൽ മതി. അപ്പം തയ്ച്ച് തിരിഞ്ഞു പോകില്ല. അടുത്ത ഭാഗം താഴേന്ന് മുകളിലേക്ക് മടക്കി തയ്ച്ചാൽ മതി. ഒരു അരമണിക്കൂർ പോലും വേണ്ട ഈ ഒരു ഷർട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ. പെൺകുട്ടികളാകുമ്പോൾ അവർക്ക് പോക്കറ്റൊന്നും വേണ്ട. ഫ്രണ്ട് തയ്ച്ച് കഴിഞ്ഞ് ഇനി ബാക്കിൽ നമ്മൾ ഷോൾഡർ വെച്ച് പിടിപ്പിക്കുക. ഇത് പിന്നെ ചിലർക്ക് ഡോട്ടൊക്കെ ഇടണമെന്ന് പറയാം. അങ്ങനെ വേണമെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ബാക്കിലൊക്കെ ഡോട്ട് ഇട്ട് കൊടുക്കാം. കാരണം ഇത് യൂണിഫോം ഷർട്ടായതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഷോൾഡർ വെച്ചടിക്കുക. ഇതിങ്ങനെ ഒരുമിച്ച് തന്നെ ഷോൾഡർ നമുക്ക് ഇതിൽ ബാക്ക് ചേർത്ത് വെട്ടുമ്പം പിന്നെ അതിന് വേറെ ഷോൾഡർ വെച്ച് തയ്ക്കുകയൊന്നും വേണ്ട. ഇതാണ് വെരി സിമ്പിൾ. യൂണിഫോം ഷർട്ടൊക്കെ ഇങ്ങനെ തയ്ച്ചാൽ മതി കേട്ടോ. വളരെ ഈസി ആയിട്ട് തയ്ച്ച് കഴിയും. ഇതോ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഈ യൂണിഫോമിന് കയ്യിൽ ഈ പച്ച പട്ടയൊക്കെ വെച്ചടിക്കണം. ഇതാണ് ഇതിൻ്റെ പിനാഫർ കളർ പച്ച. അപ്പോൾ അത് ഷർട്ടിന്, അത് ഒരേ സ്കൂളിലെ യൂണിഫോമിന് ഓരോ പ്രത്യേകതയാണല്ലോ. ഇനി ഇതിൻ്റെ കൈക്കുഴി ഒരുമിച്ച് ചേർത്ത് പിടിക്കണം. എന്നിട്ട് ഷോൾഡറിൻ്റെ കൂടെ കട്ട് ചെയ്ത് ആ കൈക്കുഴി പിടിച്ചെടുത്ത് വേണം നമ്മൾ കൈയുടെ സെൻറ്റർ ഭാഗം വെച്ച് തയ്ക്കാൻ. അല്ലാതെ ഈ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തെടുത്തല്ല വെച്ച് തയ്ക്കാനുള്ളത്. കൈക്കുഴി തമ്മിൽ ചേർത്ത് പിടിച്ചിട്ട് സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് അവിടെയാണ് നമ്മൾ കൈയുടെ സെൻറ്റർ ഭാഗം വെച്ച് തയ്ക്കാനുള്ളത്. ഇനി നമുക്ക് ആദ്യം നല്ല വശത്തൊരു തയ്യലിടാം. ഇത് കവർ ചെയ്ത് അടിക്കാനാണ്. എന്നിട്ട് തയ്യൽ തുമ്പ് ഒരുപാടുണ്ടെങ്കിൽ അത് കുറച്ച് കട്ട് ചെയ്ത് കളയുക. എന്നിട്ടത് മറിച്ചിട്ടിട്ട് തയ്ക്കുക. കൈവണ്ണമൊക്കെ അളന്ന്, എത്രയാണ് കൈവണ്ണമെന്ന് വെച്ചാൽ അതൊക്കെ അളന്ന്, നെഞ്ചു വണ്ണമൊക്കെ എത്രയാണ് വേണ്ടിയെന്ന് വെച്ചാൽ അതെല്ലാം കറക്റ്റ് ചെയ്ത് അളന്നിട്ട് സൈഡ് അടിക്കുക. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞ്. ഇനി ഇതിൽ കോളറും കൂടെ വെച്ച് പിടിപ്പിച്ചാൽ മതി. കോളർ നമുക്ക് വാങ്ങാൻ കിട്ടും. 10 ഇഞ്ച് 11 ഇഞ്ച് 12 ഇഞ്ചിൻ്റെയൊക്കെ കോളർ നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. നമ്മൾ ആദ്യം ഇത് എത്രയാണ് അളന്ന് നോക്കണം. കോളറിന് എത്ര ഇഞ്ച് കോളർ വേണമെന്ന്. ഇതിപ്പോൾ ഒരു 13.5 ഇഞ്ചിൻ്റെ അടുത്ത് കോളർ വേണം. അപ്പോൾ അത് വാങ്ങാൻ കിട്ടും. ഞാൻ പക്ഷേ വാങ്ങി വെച്ചിട്ട് അതിൻ്റെ ഒരു പാറ്റേൺ ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് ഞാൻ രണ്ടും കൂടെ ഒരുമിച്ചാണ് വെട്ടി വെച്ചേക്കുന്നത്. രണ്ടായിട്ടല്ല, സാധാരണ രണ്ടായിട്ട് വെട്ടും.
ഇത് ഞാൻ ഒരുമിച്ച് കൊച്ചു കുട്ടിയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് മതി, 2 കോളറായിട്ട് തയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിളായിട്ട് ഒറ്റ ഇതിൽ കട്ട് ചെയ്തിട്ട് വെച്ച് തയ്ക്കുക. ഇത് വാങ്ങാൻ കിട്ടും നമുക്ക്, അത് വാങ്ങാൻ കിട്ടുന്നത് 2ആയിട്ട് തന്നെ വാങ്ങാൻ കിട്ടും, അതാണ് എളുപ്പം. നമ്മൾ നൂലൊക്കെ മേടിക്കുന്ന കടയിൽ ഈ കോളർ വാങ്ങാൻ കിട്ടും. അത് നിങ്ങൾക്ക് 10 ഇഞ്ച് 11 ഇഞ്ച് 12 ഇഞ്ചിൻ്റെയൊക്കെ കോളർ വാങ്ങിക്കൊണ്ട് വെച്ചെന്ന് വെച്ചാൽ വളരെ ഈസിയാണ്, തയ്ക്കാനൊരു പാടുമില്ല. അളന്നെടുക്കുകയോ വെട്ടുകയോ ഒന്നും വേണ്ട, കോളർ കിട്ടും, വാങ്ങി വെച്ചങ്ങ് തയ്ച്ചാൽ മതി. ഇഞ്ച് അളവ് പറഞ്ഞു കൊടുത്താൽ മതി, വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ ഒരെണ്ണം വാങ്ങി വെച്ചിട്ട് അതിൻ്റെ പാറ്റേൺ വെട്ടി വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ക്യാൻവാസ് മേടിച്ച് അതിൽ വെട്ടിയെടുക്കാം. എന്നിട്ട് ആ കോളർ തയ്ക്കുമ്പോൾ അടിയിലേക്ക് ഒരു നൂല് കയറ്റിയിട്ട് ആ മൂല തയ്ച്ചെടുത്താൽ നമുക്ക് മൂല പിടിച്ചെടുക്കാൻ എളുപ്പമുണ്ട്. ഒരു ചെറിയ നൂല് അതിനകത്ത് കയറ്റിയിട്ട് ആ മൂല തയ്ച്ചെടുക്കണമെങ്കിൽ ആ മൂല പിടിച്ചെടുക്കാൻ നല്ല എളുപ്പമാണ്. ഒറ്റ തയ്യലേ ഇടാവൂ, ഒരു തയ്യൽ, നൂല് കവർ ചെയ്തിട്ട് ഒറ്റ തയ്യൽ ഇടണം. ആ ഒരു തയ്യലിട്ടിട്ട് ആ നൂല് പിടിച്ച് അപ്പുറത്തേക്ക് മാറ്റിയിടണം. എല്ലാവർക്കും കോളർ ഒരു ഭയങ്കര വാലി കയറാൻ വരെയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കോളർ റെഡിമെയ്ഡ് ആയിട്ട് തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് വെട്ടണ എങ്ങനെയാണെന്നൊന്നും അറിയേണ്ട കാര്യമില്ല. ഇഞ്ച് അളവ് മാത്രം അറിഞ്ഞിരുന്നാൽ 10 ഇഞ്ച് 11 ഇഞ്ച് 12 ഇഞ്ച് അങ്ങനെ ഉള്ളത് വാങ്ങാൻ കിട്ടും. അപ്പോൾ എത്രയാണോ അളവ് വേണ്ടിയത് അത് കടയിൽ പറഞ്ഞിട്ട് അതനുസരിച്ച് നമ്മൾ വാങ്ങി വെച്ചിരുന്നാൽ മതി. വലിയ വിലയൊന്നുമില്ല, ഒരു കോളറിന് 15 രൂപ മറ്റേ വിലയുള്ളൂ. ഇതുപോലെ നൂല് ഇങ്ങനെ പിടിക്കുമ്പോൾ ആ മൂല കറക്റ്റായിട്ട് വരും. ഞാൻ സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് ഇടണം. അടിഭാഗം ഇങ്ങനെ നല്ല വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ഇടണം, ചുളുങ്ങാതെ. കോളർ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ തയ്യൽ തുമ്പ് കണക്കാക്കിയിട്ട് ബാക്കിയുള്ള നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇനി നമുക്ക് ആ കോളർ ഇതുപോലെ വെച്ച് തയ്ക്കാം. തയ്ക്കുമ്പോൾ ചുളുങ്ങാതെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് തയ്ക്കണമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഈ അറ്റത്തൊന്നും തയ്ക്കേണ്ട, കുറച്ചങ്ങോട്ട് മാറ്റി തയ്ക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കറക്കി കോളറിന്റെ സെന്റർ ഭാഗത്തൂടെ ഒരു തയ്യലിടണം. എന്നിട്ട് ഈ അറ്റത്തുനിന്ന് അങ്ങോട്ട് തയ്യലിട്ട് നമ്മൾ എവിടെയാണോ തുടങ്ങിയത് അവിടെ കൊണ്ടുവന്ന് കെട്ടിട്ട് നിർത്തുക. ഇത്രയേ ഉള്ളൂ, കോളറും വെച്ച് കഴിഞ്ഞു. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് നമുക്കൊരു ഷർട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. ഉണ്ടോ, കഴിഞ്ഞു.
ഇനി നമുക്ക് അടിഭാഗം മടക്കി അടിക്കണം. അതും കൂടെ കഴിയുമ്പോൾ ഷർട്ടിൻ്റെ പണി കഴിഞ്ഞ് പിന്നെ ബട്ടൺസ് വയ്ക്കണം. ബട്ടൺ ഹോൾ വെട്ടുന്നത് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഈ കത്രികയുടെ തുമ്പ് നല്ല മുറിയുന്ന കത്രികയായിരിക്കണം. അതിൻ്റെ ഈ തുമ്പ് സൈഡ് തുമ്പിൻ്റെ ഭാഗം മാത്രം വെച്ച് ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്യണം. ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് വേണം. ഇതിപ്പോൾ ഫിനാഫറിൻ്റെ അടിയിൽ ഇടാനുള്ള ഷർട്ടായതുകൊണ്ട് 3 ബട്ടൺസേ വയ്ക്കുന്നുള്ളൂ. ഇനി ഇത് തയ്ക്കുന്ന കാണിച്ചു തരാം. ഇതുപോലെ കുത്തി അകത്തുനിന്ന് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ എടുത്തിട്ട് ഒരു കെട്ടുക, സൂചിയിൽ ഇങ്ങനെ കറക്കി ഒരു കെട്ടിടുക. ഇങ്ങോട്ട് വലിച്ച് ടൈറ്റ് ചെയ്യുക. കണ്ടോ? വീണ്ടും അതുപോലെ കുത്തിയെടുക്കണം. സൂചിയുടെ വട്ടത്തിൽ കറക്കുക. എന്നിട്ട് ഇങ്ങോട്ട് ആ ഓപ്പൺ ആയ സ്ഥലത്തേക്ക് പിടിച്ചിട്ട് വേണം കെട്ടിടാൻ. അത്രയേ ഉള്ളൂ. അങ്ങനെ ഈ അറ്റത്തുനിന്ന് ഇങ്ങേ അറ്റത്തുനിന്ന് അങ്ങേരെ എവിടെയാണോ തുടങ്ങിയത് അവിടെ കൊണ്ടുപോയി അവസാനിപ്പിക്കണം. ചുറ്റിനും തയ്ക്കണം. നമ്മൾ ആ കട്ട് ചെയ്തതിൻ്റെ ചുറ്റിനും ഇതുപോലെ അതിങ്ങനെ പിടിച്ചിട്ട് അത്രയേ ഉള്ളൂ. അതാണ് ബട്ടൺ ഹോൾ വരികയാണ്. ബട്ടൺ ഹോളൊക്കെ ഇപ്പം റെഡിമെയ്ഡ് ആയിട്ട് വരിഞ്ഞ് തരും, ബട്ടൺസും വെച്ച് തരും. ഷർട്ടൊക്കെ തയ്ച്ച് അടുത്ത് കടകളുണ്ടെങ്കിൽ ഇത് ബട്ടൺ ഹോൾ വരിയുന്ന കടയുണ്ടെങ്കിൽ കൊണ്ട് കാണിച്ചു. ഇതാണ് ബട്ടൺ ഹോൾ. വരിയാൻ അറിയാമെന്നുള്ളവർക്ക് ഈസി ആയിട്ട് വരിഞ്ഞെടുക്കാം. ബട്ടൺ ഹോളെല്ലാം വരിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ബട്ടൺസ് വെച്ച് പിടിപ്പിക്കണം. ഇതാ ബട്ടൺ ഹോൾ വരിഞ്ഞിട്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് പിടിക്കുക. പിടിച്ചിട്ട് ഇതാ ബട്ടൺ ഹോളിൻ്റെ അവിടെ നിന്ന് സൂചി ഇങ്ങനെ അകത്തേക്ക് കുത്തിയെടുക്കുക. അവിടെ തന്നെ ബട്ടൺസ് വയ്ക്കുക. വളരെ എളുപ്പം. കണ്ടോ? അവിടെ ബട്ടൺസും വെച്ചാൽ കഴിഞ്ഞു. ഓക്കേ.